ബെർസാനയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രേമ സരോവരം മുമ്പ് ധാരാളം കടമ്പ മരങ്ങളാൽ നിറഞ്ഞിരുന്നു. ഒരിക്കൽ ലളിത സഖിക്കൊപ്പം രാധാറാണിയും മധുമകൾ എന്ന സുഹൃത്തിനൊപ്പം കൃഷ്ണനും അവിടെ എത്തി. തുടർന്ന് ദിവ്യ ദമ്പതികളായ രാധയും കൃഷ്ണനും ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നതിലും സഹവസിക്കുന്നതിലും മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തേനീച്ച വന്ന് രാധയുടെ മുഖം താമരപ്പൂവാണെന്ന് കരുതി ശല്യം ചെയ്യാൻ തുടങ്ങി. ഇത് രാധാറാണിയെ അല്പം അസ്വസ്ഥയാക്കി. അതിനാൽ കൃഷ്ണൻ മധുമകളിനോട് തേനീച്ചയെ ഓടിക്കാൻ ആവശ്യപ്പെട്ടു. മധുമകൾ തേനീച്ചയെ ഓടിച്ച ശേഷം മധു പോയി എന്ന് വിളിച്ചു പറഞ്ഞു. മധുമകൾ മധുമകിയെ അഥവാ തേനീച്ചയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ രാധാറാണി അത് മധുസൂദനെ അഥവാ കൃഷ്ണനെയാണെന്ന് തെറ്റിദ്ധരിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവനിൽ നിന്നുള്ള വേർപിരിയൽ ഭയന്ന് ദുഃഖമുളവാക്കുന്ന തീവ്രമായ സ്നേഹത്തിൻ്റെ വികാരം രാധാറാണി പ്രകടിപ്പിക്കാൻ തുടങ്ങി. വേർപിരിയലിലെ പ്രണയം പരമാനന്ദത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടമായി കണക്കാക്കപ്പെടുന്നു. തൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണനിൽ നിന്നും വേർപിരിയൽ അനുഭവപ്പെട്ട രാധാറാണി തീവ്രമായ സങ്കടത്തിൻ്റെ കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങി. ആ നിമിഷം രാധ കൃഷ്ണന്റെ മടിയിൽ കിടന്നിരുന്നുവെങ്കിലും കൃഷ്ണന്റെ സാന്നിധ്യം രാധയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കൃഷ്ണൻ രാധയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും രാധയുടെ ദുഃഖം കണ്ട് രാധയും തന്നിൽ നിന്ന് പോയതായി തോന്നി. കൃഷ്ണനും കരയാൻ തുടങ്ങി. ഇരുവരുടെയും അവസ്ഥ കണ്ട് സഖിമാർ ബോധരഹിതരാകുകയും തുടർന്ന് രാധയുടെ പെൺകിളി കൃഷ്ണന്റെ നാമം ആവർത്തിച്ചുച്ചരിക്കുകയും ആൺകിളി രാധയുടെ നാമം ഉച്ചരിക്കുകയും ചെയ്തു. അവരുടെ ഉച്ചത്തിലുള്ള നാമമന്ത്രങ്ങൾ കേട്ട് ദിവ്യ ദമ്പതികൾ അവരുടെ ബാഹ്യബോധത്തിലേക്ക് മടങ്ങി സ്നേഹപൂർവ്വം പരസ്പരം ആലിംഗനം ചെയ്യുകയും അവരുടെ സ്നേഹത്തിൻ്റെ അശ്രുക്കളാൽ ഉത്ഭവിച്ച പ്രേമ സരോവരത്തിലേക്ക് നോക്കുകയും ചെയ്തു. അവിടെ രാധാറാണി തൻ്റെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനത്ത് കൃഷ്ണനെയും കൃഷ്ണൻ തൻ്റെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനത്ത് രാധയെയും കണ്ടു. അങ്ങനെ ഉദാത്തമായ പ്രണയത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി പ്രേമ സരോവരം ഇന്ന് നിലകൊള്ളുന്നു.